ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി വിശാലിനോട് പറയും, പ്രസാദം നമുക്ക് ആദ്യം അമ്മയ്ക്ക് നിവേദിക്കാം എന്ന് പറഞ്ഞിട്ട് പാർവതി വിശാലിനെയും കൊണ്ട് ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് കുറച്ച് പ്രസാദം എടുത്ത് വേറൊരു പാത്രത്തിൽ വെച്ച് ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെക്കുകയാണ് കേട്ടോ. ആ സമയം കുറച്ച് പ്രസാദം പാർവതിയുടെ കയ്യിൽ നിന്ന് അവിടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ചെടിയിലേക്ക് വീഴാണ്. ചെടിയിൽ വീണതും ആ സമയം തന്നെ ആ ചെടിയുടെ കളർ മാറുകയാണ് കേട്ടോ. കാര്യം മനസ്സിലായ പാർവതി വിശാലിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ കാര്യം പാർവതി ഇപ്പോൾ വിശാലിനോട് പറയുന്നില്ല കേട്ടോ. പിന്നെ പാർവതി അടുക്കളയിൽ പോയി വേറൊരു പാത്രത്തിൽ വേറെ കുറച്ച് പ്രസാദം എടുത്ത് വിശാലിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ വിശാൽ പറയും, പ്രസാദം നല്ല സ്വാദുണ്ടല്ലോ പാർവതി. അപ്പോൾ പാർവതി പറയും, ഭഗവാനെ നിവേദിച്ച പ്രസാദം ഭഗവാൻ കഴിക്കൂ എന്നാണല്ലോ, ഭഗവാൻ ഇത് കഴിച്ചതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയ്ക്ക് സ്വാദ്. അപ്പോൾ വിശാൽ പറയും, അത് മാത്രമായിരിക്കില്ല, എൻ്റെ ഭവതിയുടെ കൈപുണ്യം കൂടി ഉണ്ടല്ലോ ഇതിലെ. അപ്പോൾ പാർവതി പറയും, സ്വാദ് കൂടാൻ ഞാൻ ഇതിലെ ഒന്നും ചെയ്തിട്ടില്ല സാറേ, ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രസാദം ഉണ്ടാക്കി, അത്ര തന്നെ. അപ്പോൾ വിശാൽ പറയും, പ്രസാദത്തിന്റെ രുചി കാരണം ഞാൻ ഒത്തിരി കഴിച്ചു, ഇനി പാർവതി കഴിക്കേ, ഇതൊക്കെ ജാസ്മിൻ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, കഴിക്കേ, കഴിച്ചാൽ പിന്നെ അധിക നേരം രണ്ടും ഉണർന്നിരിക്കില്ലല്ലോ, അത്രയ്ക്ക് ഇഫക്റ്റുള്ള ഉറക്കഗുളിയാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്, നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ ജോലി തുടങ്ങാൻ. പിന്നെ പാർവതിയും ആ പ്രസാദം കഴിക്കുകയാണ്. എന്നിട്ട് വിശാലിനോട് കിടന്നുറങ്ങിക്കോ, ഞാൻ പോവാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിശാൽ പറയും, എനിക്കൊരു താരാട്ട് പാടിത്താ പാർവതി, ഞാൻ ഉറങ്ങിക്കോളാം. അപ്പോൾ പാർവതി പറയും, ഞാനിപ്പോൾ താരാട്ട് പാടിയാലേ ഇവിടെ ആൾക്കാരെല്ലാം ഓടിക്കൂടും, അതിനെ ഉറക്കെ പാടാൻ ആരാ പറഞ്ഞത്, പതുക്കെ എനിക്ക് കേൾക്കാൻ പറ്റിയ ശബ്ദത്തിൽ പാടിയാൽ മതി, അതൊക്കെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ സാറ് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടുന്ന് പോവുകയാണ് കേട്ടോ. അതേസമയം പ്രഭാവതിയും പ്രതാപനും ശേഖരമേനോനെ വീടിന് പുറത്ത് മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. അവിടെയൊന്നും അയാളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രഭാവതി പ്രതാപനോട് പറയും, നീ ആ ശേഖരമേനോന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്, അയാള് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ ഫോൺ ബെല്ലടിക്കുമല്ലോ. അപ്പോൾ പ്രതാപൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. ഫോൺ വിളിച്ചതും ശേഖരന്റെ ഫോണ് ബെല്ലടിക്കുകയാണ് കേട്ടോ. ബെല്ലടി കേട്ടതും അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാണ്. പക്ഷേ കൃത്യമായിട്ട് അവർക്ക് ആ ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ പ്രഭാവതി ഒന്നുകൊണ്ട് ഫോൺ വിളിച്ച് നോക്കുകയാണ്. ആ സമയം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പ്രതാപനോട് പറയും, അയാൾ ഇവിടെ തന്നെയുണ്ട്, പക്ഷേ അയാളിപ്പോൾ മുങ്ങി എന്നാ തോന്നുന്നത്. അതേസമയം വിശാൽ ഉറങ്ങിയോ എന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ ജാസ്മിൻ. വിശാൽ ഉറങ്ങിയില്ല എന്ന് കാണുമ്പോൾ ജാസ്മിൻ വിചാരിക്കും, വിശാൽ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തത്. അപ്പോഴാണ് പാർവതി വെള്ളവും കൊണ്ട് മുകളിലേക്ക് വരുന്നത്. പാർവതിയെ കാണുമ്പോൾ ജാസ്മിൻ വിചാരിക്കും, ഇവൾക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ, ഇന്ന് എൻ്റെ പ്ലാൻ പൊളിയാവോ, ഇവളെന്തിനാണാവോ വീണ്ടും വരുന്നത്, പോയിട്ട് വീണ്ടും പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പല്ലവി വിപിനെയും കൂട്ടിക്കൊണ്ട് ടെറസിന് മുകളിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് വിപിനോട് ഈ ചിരാതൊന്ന് കത്തിക്കാൻ പറയാണ്. അപ്പോൾ വിപിൻ ചോദിക്കും, ഞാനിപ്പോൾ എന്തിനാ ഈ ചിരാത് കത്തിക്കുന്നത്. അപ്പോൾ പല്ലവി പറയും, വിപിൻ സാറേ ഇന്ന് പൗർണമിയാണ്, ഇന്നേ ദിവസം ദീപം തെളിയിച്ച് ചന്ദ്രപൂജ ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും, അങ്ങനെയൊക്കെയാ പറയുന്നത്, സാർ ഈ ചിരാതൊന്ന് കത്തിക്കേ. അങ്ങനെ പല്ലവിയുടെ നിർബന്ധപ്രകാരം വിപിൻ ആ ചിരാത് കത്തിക്കുകയാണ്. പല്ലവി ചന്ദ്രനെ നോക്കിയിട്ട് പറയും, ചന്ദ്രഭഗവാനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടത്തി തരണമേ. അപ്പോൾ വിപിൻ പല്ലവിയോട് പറയും, നിന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ആഗ്രഹം നിറവേറാനേ ഞാൻ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ പല്ലവി പറയും, ഇവിടെ ഞാൻ എന്നോ നീ എന്നോ ഇല്ല വിപിൻ സാറേ, നമ്മുടെ ആഗ്രഹം ചന്ദ്രഭഗവാനോട് നമ്മുടെ ആഗ്രഹം പറയേണ്ടത്, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയുള്ള ആഗ്രഹം. ഇത് കേൾക്കുമ്പോൾ വിപിൻ ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയുള്ള ആഗ്രഹമോ, അതെന്താണ്. അപ്പോൾ പല്ലവി പറയും, നമ്മുടെ കല്യാണം. അപ്പോൾ വിപിൻ പറയും, ഇനിയും നിന്നോട് സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല, പറഞ്ഞത് തന്നെ നീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും, അങ്ങനെ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് ബോറടിക്കും, ഇനിയെങ്കിലും നീ ട്രാക്ക് മാറ്റിപ്പിടിക്കേ എന്ന് പറഞ്ഞിട്ട് വിപിൻ നടന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. അതേസമയം രാത്രി എന്തോ സ്വപ്നം കണ്ട് പാർവതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതേസമയം ജാസ്മിൻ വിചാരിക്കും, വിശാൽ ഇപ്പോൾ ഉറങ്ങിക്കാണും, ഇനി എൻ്റെ പ്ലാൻ എനിക്ക് നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് ജാസ്മിൻ വിശാലിൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കൊലുസിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ജാസ്മിൻ വിചാരിക്കും, എവിടെ നിന്നാണ് ഈ കൊലുസിൻ്റെ ശബ്ദം. ആ സമയം അവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ഗായത്രിയമ്മ ആ സമയം വിശാലിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിശാൽ ആ സമയം നല്ല ഉറക്കത്തിലാണ്. എന്നാലും ഗായത്രി വിശാലിനോട് പറയും, എന്നെ കാണാനുള്ള നിന്റെ ആഗ്രഹവും കാണാത്തതിലുള്ള നിന്റെ സങ്കടവും ഞാൻ അറിയുന്നുണ്ട് മോനെ, നിന്റെ ആ സങ്കടം ഒരിക്കൽ പരിഹരിക്കപ്പെടും, ഞാനും നീയും തമ്മിൽ കാണും, ഇപ്പോൾ നിനക്ക് എന്നെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ട്. എന്നിട്ട് വിശാലിന്റെ തലയിൽ തലോടുകയാണ്. എന്നിട്ട് പറയും, പാർവതി നിനക്ക് താരാട്ട് പാട്ട് പാടി തന്നില്ല അല്ലേ,
ഞാൻ പാടിത്തരാം എന്ന് പറഞ്ഞിട്ട് വിശാലിന് ഗായത്രി അമ്മ ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുക്കുകയാണ്. ഇത് റൂമിൽ നിന്ന് കേൾക്കുന്ന പാർവതി വിചാരിക്കും, ഓ ഇത് ദേവമ്മയാണല്ലോ താരാട്ട് പാടുന്നത്, അപ്പോൾ ദേവമ്മ വിശാൽ സാറിൻ്റെ മുറിയിലുണ്ടാവും, പറഞ്ഞതുപോലെ തന്നെ ദേവമ്മ പൗർണമിക്ക് തന്നെ എത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ച് പാർവതിക്ക് വലിയ സന്തോഷമാവാണ് കേട്ടോ. അതേസമയം ജയ ജാസ്മിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ജയയെ കണ്ട ജാസ്മിൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാസ്മിൻ ബോധം കെട്ട് താഴെ വീഴാണ്. അപ്പോഴാണ് വിശാലും പാർവതിയും കൂടി താഴേക്ക് വരുന്നത്. വീണ് കിടക്കുന്ന ജാസ്മിനെ വിശാലും പാർവതിയും കൂടി പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ജാസ്മിൻ ചോദിക്കും, ഞാനിത് എവിടെയാ, എനിക്ക് എന്താ പറ്റിയത്? അപ്പോൾ വിശാല് പറയും, അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്, നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ പാർവതി ചോദിക്കും, മുറിയിൽ ഉറങ്ങാൻ കിടന്ന നീ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ ജാസ്മിൻ ജയ അവിടെ വെച്ച് കണ്ടത് ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പേടിച്ച് അലറുകയാണ്. അപ്പോൾ വിശാല് പറയും, നീ എന്തോ കണ്ട് പേടിച്ചെന്ന് ഉറപ്പാണ്, പേടിക്കാതെ കാര്യം പറ, നീ എന്ത് കണ്ടാ പേടിച്ചത്? അപ്പോൾ പാർവതി പറയും, പേടിക്കാതെ നീ കാര്യം പറഞ്ഞ ജാസ്മിൻ, ഞാനും വിശാൽ സാറൊക്കെ ഇവിടെ തന്നെയില്ലേ? അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ പ്രേതത്തെ കണ്ടു. അപ്പോൾ പാർവതി ചോദിക്കും, എന്ത് പ്രേതം, ആരുടെ പ്രേതം? അപ്പോൾ ജാസ്മിൻ പറയും, ഞാൻ കണ്ടതേ ജയയുടെ പ്രേതാണെന്ന് തോന്നുന്നു. അപ്പോൾ വിശാൽ പറയും, രാത്രിയിൽ ഇറങ്ങി നടന്ന് എന്തോ കണ്ട് പേടിച്ചതാണ്, അത് ജയയുടെ പ്രേതാണെന്ന് നിനക്ക് തോന്നി. എന്നിട്ട് പാർവതിയോട് പറയും, ഇവിടെ നിന്റെ മുറിയിൽ കൊണ്ടുപോയി കെടുത്തി ഉദയന്നൂർ അമ്മയുടെ കുങ്കുമം തൊട്ടു കൊടുക്ക്. അപ്പോൾ പാർവതി പറയും, അമ്മയുടെ പ്രസാദം തൊട്ടാൽ നിന്റെ ഈ പേടിയൊക്കെ മാറും ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ പറയും, വേണ്ട വേണ്ട, ഞാൻ എൻ്റെ മുറിയിൽ തന്നെ കിടന്നോളാം. അപ്പോൾ പാർവതി പറയും, വേണ്ട, വിശാൽ സാർ പറഞ്ഞതുപോലെ ജാസ്മിൻ ഇന്ന് എൻ്റെ മുറിയിൽ കിടന്നാൽ മതി. എന്നിട്ട് പാർവതി ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.